അങ്ങനെ മാത്തു എന്ന പെണ്ണ് ഷോക്ക് അടിച്ച് നിൽക്കുന്ന സമയം അതുവഴി ലാരി എന്ന ചെങ്ങായി വന്നു. അവളുടെ തൊട്ടടുത്ത് ഗ്ലൗസും പിന്നെ കുറച്ച് പൈസയും ഇരിക്കുന്നുണ്ടായിരുന്നു. ലാരി അവളെ കണ്ടതും പൈസ എടുത്ത് അവൻ അവന്റെ പാട്ടിന് പോയി. അവൻ പോയതും അവൾ അഭിനയം നിർത്തി അവിടെ നിന്ന് പോയി. കാരണം അവൾ ആളുകളെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവന് ടെസ്റ്റിൽ തോറ്റു എന്ന് മനസ്സിലാക്കി കുറച്ച് പൈസ കൂടെ അവിടെ ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സീല എന്ന പെണ്ണ് അതുവഴി വന്നു. അവളും കണ്ടപാടെ സഹായിക്കാതെ പൈസ എടുത്ത് പാട്ടിന് പോയി. ഇവർക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ വീണ്ടും പൈസ അവിടെ ഇട്ട് അഭിനയിക്കാൻ തുടങ്ങി. അന്നേരം ശശി എന്ന ഒരാള് അയാളുടെ മകളെയും കൂട്ടി അതുവഴി പോകുമ്പോ മാത്തുവിനെ കണ്ടു. അയാൾ ഒന്നും നോക്കാതെ ഒരു വടിയെടുത്ത് പെണ്ണിനെ അടിച്ച് കരണ്ടിന് വേർപെടുത്തി. അന്നേരം കുട്ടി പൈസ കൊണ്ടുവന്ന് മാത്തുവിന് കൊടുത്തു. കുറച്ച് ധൃതി ഉണ്ടെന്നും പറഞ്ഞു സഹായിച്ച പാടെ ശശി അവിടെ നിന്ന് പോയി. ഇവര് 3 പേരും മണവാളൻസ് കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതായിരുന്നു. ലാരിയും സീലയും കുനിഷ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശശി അവിടേക്ക് വന്നു. അന്നേരം അവര് 12ാമത്തെ ഫ്ലോറിലാണ് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞ് ശശി അങ്ങോട്ടേക്ക് അയച്ചു. ലാരിയും സീലയും ഉള്ളിലേക്ക് കയറിയതും അവിടെ CEO ആയി ഉണ്ടായിരുന്നത് മണവാളന്റെ മകളായിരുന്നു. അത് മറ്റാരുമല്ല, മാത്തു ആയിരുന്നു. പൈസ കട്ടെടുക്കുന്ന കള്ളന്മാരെയും കള്ളത്തികളെയും മണവാളൻസ് കമ്പനിക്ക് വേണ്ടെന്നും പറഞ്ഞ് അവര് റിജക്ട് ചെയ്തു. അന്നേരം അവിടേക്ക് ശശി വന്നു. 12ാം നിലയിലേക്ക് കയറ്റിയ കാര്യവും പറഞ്ഞതോടെ ജോലി മറ്റാർക്ക്? ശശിക്ക് തന്നെ. ബാക്കി 2 എണ്ണവും അവിടെ നിന്ന് മുണ്ടും മടക്കി ഓടിപ്പോയി.